ദിവസം ഞങ്ങളുടെ ഫാമിലി ഗെറ്റ് ടുഗദറാണ്. അപ്പോൾ ഫാമിലി ഗെറ്റ് ടുഗദർ നടക്കുന്നത് ടേസ്റ്റ് ഓഫ് കേരള കോളത്ത് വെച്ചാണ്. പഠിപ്പിച്ച് റൈസൊക്കെ എടുത്ത് വെച്ച് പിന്നെ പരിപാടി തുടങ്ങാൻ പോകുന്നുള്ളൂ. നമ്മുടെ അധ്യക്ഷനായിട്ടുള്ളവരൊക്കെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത അനുമോദനത്തിനുള്ള ടൈമാണ്. വിവിധ മത്സര പരീക്ഷകളിലും മറ്റ് സ്ഥാനമാനങ്ങളേറ്റവർക്ക് വേണ്ടിയിട്ടുള്ള അനുമോദനമാണ് ഗൈസ്. അപ്പോൾ പരിപാടിയൊക്കെ തുടങ്ങി. എന്നിട്ട് ടീ ബ്രേക്കാണ്. അപ്പോൾ ചായക്കുള്ള ടൈമായി. ടീ ബ്രേക്ക് പിന്നെ എല്ലാവരും സംസാരിച്ചുകൊണ്ടൊക്കെ നിൽക്കുന്നതാണ് ഈ ടൈം. അങ്ങനെ ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ നേരെ പുറത്തിറങ്ങി ഗൈസ്, വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. വന്നപ്പോഴും വീഡിയോ എടുക്കാൻ പറ്റിയില്ല, മഴ കാരണം. അതുകൊണ്ട് ഞാൻ പുറത്തൊക്കെ ഇറങ്ങി ആ വീഡിയോ ഒന്ന് എടുക്കാമെന്ന് വെച്ചു. ടേസ്റ്റ് ഓഫ് കേരള കോവളത്താണ് വരുന്നത്. വളരെ നല്ലൊരു ആംബിയൻസൊക്കെ ആയിരുന്നു. കൊള്ളാം, ഫുള്ള് അറേഞ്ച്മെൻറ്റ്സും ആയാലും. പിന്നെ മഴയത്ത് അവിടെ കുറച്ച് ബുദ്ധിമുട്ട് ആയിരിക്കും മഴയാണെങ്കിൽ. ആ ഒരു പ്രശ്നം മാത്രമേ ഞാൻ കണ്ടുള്ളൂ. അപ്പോൾ ഞാൻ ഇങ്ങനെ വീഡിയോ എടുക്കാൻ നടന്ന കൂട്ടത്തിൽ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. നമ്മളെ കണ്ട ഫാമിലി മെമ്പേഴ്സിനൊക്കെ കുറച്ച് ഫോട്ടോസ് എടുത്തു. സംഭവം ഇതൊക്കെ നല്ല സുഖമുള്ള പരിപാടി. കാരണം വർഷത്തിലൊരിക്കലും എല്ലാവരും കാണാൻ പറ്റുന്നത് വളരെ നല്ല കാര്യമാണ്, ഇങ്ങനെ മീറ്റപ്പൊക്കെ വയ്ക്കുന്നത്. അപ്പോൾ ഇതിപ്പോൾ തുടർന്ന് 5 വർഷമായിട്ട് പരിപാടിയുണ്ട്. അപ്പോൾ ഈ ഒരു ദിവസം നമുക്ക് എല്ലാവരും കാണാൻ പറ്റും. അങ്ങനെ കൊച്ചമ്മച്ചിയുടെ ഒരു സെൽഫിയൊക്കെ എടുത്ത് അങ്ങനെ ഞാൻ സെൽഫി എടുത്തുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ അനിയത്തിയും ചാടി വന്നു. പിന്നെ അവൾ വച്ചിട്ട് ഒരു സെൽഫി എടുത്തു. പിന്നെ ഞങ്ങൾ കുറേ ക്ലിക്സ് എടുത്തു. അങ്ങനെ ഫാമിലി ഫോട്ടോ ഒക്കെ എടുത്തു. നല്ല രസമായിരുന്നു. അങ്ങനെ പല പോസിലും പല സ്റ്റൈലിലും ഫോട്ടോസ് എടുത്ത് കുറേ നേരം അങ്ങനെ ഞങ്ങളങ്ങ് പറഞ്ഞു. പല രീതിയിലുള്ള പോസുകളായിരുന്നു. പിന്നെ ഫോട്ടോസ് എനിക്കൊക്കെ നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. ഫോട്ടോ എടുക്കാൻ പറ്റിയ ആംബിയൻസും പിന്നെ ആ ബാക്ക്ഗ്രൗണ്ടൊക്കെ നല്ല രസമായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ ഫാമിലി ഫോട്ടോയൊക്കെ ഞങ്ങളങ്ങനെ ഇറക്കി പല പോസൊക്കെ ഇട്ട് അങ്ങനെ ഫോട്ടോ എടുത്തു. അങ്ങനെ കുറച്ച് നല്ല ഫോട്ടോസ് കിട്ടി ഗൈസ്. പിന്നെ എല്ലാവരും ഇങ്ങനെ ഫോട്ടോ ഒക്കെ എടുത്ത് നമ്മൾ ഗ്രൂപ്പ് ഫോട്ടോ എടുത്തു കേട്ടോ. അല്ലാതെ ഫാമിലിയുടെ ഫുൾ മെമ്പേഴ്സുമായിട്ട് ആ ഫോട്ടോ എനിക്ക് കിട്ടിയില്ല. ഇതല്ലാതെ നമ്മുടെ ഫാമിലി ഫോട്ടോ ഒക്കെ എടുത്ത് കഴിഞ്ഞിട്ട് നിന്നപ്പോഴത്തേക്ക് ഞങ്ങളുടെ ഫ്രണ്ട്സും കസിൻസിനെയും കണ്ട്. പിന്നെ ഞങ്ങൾ അല്ലാത്ത രീതിക്ക് ഞങ്ങളുടേതായിട്ടുള്ള കുറച്ച് ഫോട്ടോസൊക്കെ അങ്ങ് എടുത്തു. ഞങ്ങൾ എന്തൊക്കെയോ ക്യാൻഡിഡും കുറച്ച് സംഭവങ്ങളൊക്കെ കാട്ടിക്കൂട്ടി. ഉദ്ദേശിച്ച രീതിക്ക് വന്നില്ലെങ്കിലും ഫോട്ടോസ് വളരെ നല്ലതായിട്ട് ഞങ്ങൾക്ക് ഫീൽ ചെയ്തു. ഇങ്ങനെ ഒരു ഫാമിലി മീറ്റൊക്കെ വയ്ക്കുമ്പോഴാണ് ഞങ്ങൾ കാണുന്നത്. വർഷത്തിലൊരിക്കലൊക്കെ ഉള്ള കണ്ടുമുട്ടൽ എന്നൊക്കെ പറയത്തില്ലേ, അത് തന്നെയാണ് സംഭവം. നമ്മൾ സോഷ്യൽ മീഡിയ വഴി കാണുന്നത് അല്ലാതെ ഡയറക്റ്റ് എല്ലാവരെയും കാണുന്നത് ഇങ്ങനെ ഒരു മീറ്റപ്പ് വയ്ക്കുന്ന സമയത്തൊക്കെയാണ്. അതുകൊണ്ട് എനിക്ക് ഈ സംഭവം നല്ലതായിട്ട് തോന്നും. ആൻഡ് ചില സമയത്ത് നമുക്കതിൽ പങ്കെടുക്കാൻ പറ്റാത്തപ്പോൾ വിഷമവും തോന്നും. നമ്മുടെ കുടുംബസംഗമത്തിൻ്റെ നമ്മൾ എല്ലാവരും ഗ്രൂപ്പ് ഡിസ്കഷൻ ടൈമാണ്. ഗ്രൂപ്പായിട്ട് എല്ലാവരും അപ്പോൾ കുറച്ച് അനുമോദനവും പ്രസംഗവും വെൽക്കം സ്പീച്ചും എല്ലാം കഴിഞ്ഞിട്ട് ഒരു ഇൻട്രാക്റ്റീവ് സെഷനാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. 4 ഗ്രൂപ്പായിട്ട് എല്ലാവരും തിരിച്ചിട്ടൊരു ഇൻട്രാക്റ്റീവ് സെഷൻ. ഗൈസ്, അങ്ങനെ നമ്മുടെ കാര്യപരിപാടിയുടെ അവസാന സ്റ്റേജെത്തി ഫുഡ് റെഡിയുടെ ടൈമാണ്. ഒരു ഐസ്ക്രീം കൂടെ കഴിച്ച് ഇന്നത്തെ പരിപാടിയിലോട്ട് ഗുഡ് ബൈ പറയാനായിട്ടുള്ള ടൈമായി ഗൈസ്. അപ്പോൾ ഇത്രയുള്ളൂ ഗൈസ് ഈ വർഷത്തെ ഫാമിലി ഗെറ്റ് ടുഗദറിൻ്റെ വിശേഷങ്ങൾ. ഇന്ന് നമുക്ക് 4ാമത്തെ ഫാമിലി ഗെറ്റ് ടുഗദർ നടന്നതിനോടനുബന്ധിച്ച് സുവനീർ കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ വിശേഷങ്ങൾ നോക്കാം. അപ്പോൾ ഇതിൽ എല്ലാ കാര്യങ്ങളും ഉണ്ട്. 6 ജനറേഷൻസ്, 87 ഫാമിലീസ് ടു 49 മെമ്പേഴ്സാണ് ഞങ്ങളുടെ ഈ ഫാമിലിയിൽ ഉള്ളത്. അപ്പോൾ ഏഷ്യവടിയാർ ആൻഡ് അന്നാൾ ഈ അപ്പൂപ്പൻ്റെ അമ്മൂമ്മയുടെയും ഫാമിലിയിൽ പെടുന്നവരാണ് ഇതിൽ വരുന്നത്. അപ്പോൾ അത് കോവിഡ് കാലത്താണ് ഇത് ആരംഭിച്ച് വെച്ചത്. അപ്പോൾ ഇതെൻ്റെ അപ്പയുടെ പപ്പയാണ് കേട്ടോ. ഇതാണ് നമ്മുടെ അപ്പൂപ്പനും അമ്മൂമ്മയും പൂർവികരും. പിന്നെ ഇങ്ങനെ ഒരു പരിപാടി തുടങ്ങി വെച്ചത് ഗുണമണി അപ്പൂപ്പനാണ്. പിന്നെ നമ്മളെ സുനിൽ കുമാർ അങ്കിളുണ്ട്.
അങ്ങനെ എല്ലാവരും ഉണ്ട്. ഇത് ഓരോരുത്തർ എഴുതിയ ഓർമ്മക്കുറിപ്പും സംഭവങ്ങളൊക്കെയാണ്. ഇതിൽ ഞാനും ഒരു ആർട്ടിക്കിൾ എഴുതിയിട്ടുണ്ട് ഗൈസ്. നമ്മൾ സുനന്ദ ആൻറ്റിയാണ് കുറേ ആർട്ടിക്കിൾ അവിടെ ഡ്രോയിങ്സൊക്കെ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് പ്രസിദ്ധീകരിക്കാൻ പറ്റി. ഇത് എൻ്റെ കസിൻ ചേച്ചി, അത് നമ്മുടെ രാജീവൻ അച്ഛൻ. അപ്പോൾ അച്ഛനാണ് എല്ലാ തവണയും നമ്മൾ പ്രാർത്ഥന പറഞ്ഞു തുടങ്ങുന്നത്. ഇതെൻ്റെ ആർട്ടിക്കിളാണ് ഗൈസ്. പിന്നെ പലരുടെ ആർട്ടിക്കിൾ ഉണ്ടായിരുന്നു. പിന്നെ പപ്പയുടെ അമ്മയുടെ വെഡിങ് ആനിവേഴ്സറിയുടെ ഇത് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. കാരണം എല്ലാ വർഷവും മെയ് മാസം സെക്കൻഡ് സാറ്റർഡേ ആണ് ഈ പരിപാടി നടക്കുന്നത്. അപ്പോൾ ആ ഒരു ഇതിൽ വരുമ്പോഴത്തേക്കും ഏകദേശം ഡേറ്റ് അടുപ്പിച്ച് വരും. പിന്നെ ഫസ്റ്റായിട്ട് ഞങ്ങൾ ഫാമിലി ഗെറ്റ് ടുഗദർ തുടങ്ങി വെച്ചത് 2022 അന്ന് അറ്റൻഡ് ചെയ്തവർ 124 മെമ്പേഴ്സ് വന്നായിരുന്നു. അത് നമ്മുടെ ഉദയസമുദ്ര റെസ്റ്റോറൻറ്റിൽ വെച്ചായിരുന്നു പരിപാടിയൊക്കെ തുടങ്ങിയത്. പിന്നെ അന്ന് ഇന്നോട് എല്ലാവരും പൊന്നാടി അണിയിക്കുകയും ആദരിക്കുകയും മൊമെൻറ്റോസ് നൽകുകയും ഫോട്ടോ സെഷൻ ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ എടുത്തു. ഫാമിലി ഫോട്ടോസ്, ഓരോ ഫാമിലി സെപ്പറേറ്റ് ഫോട്ടോസ്, എല്ലാ സംഭവങ്ങളും ഉണ്ടായിരുന്നു. പിന്നെ കുട്ടികളുടെ ഗെയിംസ്, ഡാൻസ് പരിപാടി, ഇതൊക്കെ ഒരു പുസ്തകം പോലെ ഒരു സ്മരിയർ മാഗസിൻ പോലെ ആക്കുകയും ചെയ്തു. പിന്നെ നമ്മുടെ രണ്ടാമത്തെ ഗെറ്റ് ടുഗദർ നടന്നത് അതും ഉദയസമുദ്രയിൽ വെച്ച് തന്നെയാണ്. അവിടെ നമ്മുടെ ഫാമിലി ഫോട്ടോ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ 144 മെമ്പേഴ്സ് വന്നായിരുന്നു ഫുൾ അറ്റൻഡ് ചെയ്തത്. അപ്പോഴും ഇങ്ങനെ ഡാൻസ്, പാട്ട്, പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടായിരുന്നു. ആൻഡ് ദെൻ പിന്നെ ഈ സുവനിയർ ചെയ്തത് നമ്മുടെ ഫാമിലി മെമ്പറാണ്. അടുത്ത മൂന്നാമത്തെ ഗെറ്റ് ടുഗദർ നടന്നത് ക്ലബ് മഹേന്ദ്രയിൽ വെച്ചായിരുന്നു. അപ്പോൾ 109 മെമ്പേഴ്സാണ് വന്നത്. അതിൽ അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഗായ്സ് ഞങ്ങളുടെ ചെറിയ വലിയ ഫാമിലി. ഓക്കെ ഗായ്സ്, ദെൻ ബൈ ബൈ. അടുത്ത വീഡിയോ കാണാം.